ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിദ മൊയ്തീൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പി, ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബോൾ ബ്രെഡ് കട്ട്ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിലോട്ടായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: കുറച്ച് ബ്രെഡ് ഞാൻ പൗഡറാക്കി എടുത്തിട്ടുണ്ട്, 2 മുട്ട, കുറച്ച് കൊറിയൻഡർ ലീവ്സും കുറച്ച് കറി ലീവ്സ്, കുറച്ച് കൊറിയൻഡർ ലീവ്സും കുറച്ച് കറി ലീവ്സും കൂടി എടുക്കുന്നുണ്ട്, 3 പൊട്ടാറ്റോ, ഒരു മീഡിയം സൈസുള്ള ഓണിയൻ, കുറച്ച് ജിഞ്ചർ ഗാർലിക്, 2 ചില്ലിയും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തതിനു ശേഷം ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ക്രഷ് ആക്കി. ഇനി നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി സ്റ്റൗവിലൊരു പാൻ വെച്ച് അതിലോട്ടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് നമുക്ക് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പൊഴിഞ്ഞ് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ നമുക്ക് ഇതിലോട്ടായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ഞാൻ 1 ടീസ്പൂണാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഈ മസാല പൗഡറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റ് മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലൈറ്റ് മിക്സ് ഒക്കെ ഒന്ന് ബോൾസ് രൂപത്തിലാക്കി എടുക്കാം. നമ്മുടെ കട്ട്ലൈറ്റ് ബോൾസ് നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പൗഡറിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ബോൾസും ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കാം. അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് നമ്മുടെ കട്ട്ലൈറ്റ് ബോൾസൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബോൾ ബ്രെഡ് കട്ട്ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.